5 സംസ്ഥാനങ്ങളിലെ കനത്ത തോൽവിയെ തുടർന്ന് അധ്യക്ഷ പദം സോണിയാഗാന്ധി രാജിവെക്കുമെന്ന വാർത്തകൾ നിഷേധിച്ചു കോൺഗ്രസ്. വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ട്വീറ്റ് ചെയ്തു. നാളെ വൈകിട്ട് 4 മണിക്ക് ACC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ പ്രവർത്തക സമിതി യോഗം ചേരും. നേതൃമാറ്റ ആവശ്യം തിരുത്തൽവാദി നേതാക്കൾ യോഗത്തിൽ ശക്തമായി ഉന്നയിക്കുമെന്നാണ് വിവരം. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കം 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേറ്റ കനത്ത തോൽവിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ശക്തമായ സാഹചര്യത്തിൽ അധ്യക്ഷ സ്ഥാനം സോണിയാഗാന്ധി ഒഴിഞ്ഞേക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. പ്രിയങ്ക ഗാന്ധി AICC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. വാർത്തകൾ കോൺഗ്രസ് നിഷേധിച്ചു. വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ട്വീറ്റ് ചെയ്തു. അതേസമയം പാർട്ടിയിൽ അടിമുടി മാറ്റം ആവശ്യപ്പെട്ട തിരുത്തൽവാദി നേതാക്കൾ നാളെ നടക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കും. പഞ്ചാബിലെ തോൽവിയടക്കം ചൂണ്ടിക്കാട്ടി സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെയും നിലപാട് കടുപ്പിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് മല്ലികാർജുന ഖാർഗെയെ പാർലമെന്ററി നേതാവാക്കാൻ ഗാന്ധി കുടുംബം ആലോചിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഈ ഫോർമുല അംഗീകരിക്കേണ്ട എന്നും G23 നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയുമാണ് പ്രവർത്തക സമിതിയിൽ G23 നേതാക്കളെ പ്രതിനിധീകരിക്കുന്നത്. തോൽവിയുടെ കാരണങ്ങൾ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ വിശദീകരിക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് സമയക്രമം നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബറിൽ തീരുമാനിച്ച തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കിയേക്കും. ന്യൂസ് 18 ഡൽഹി. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവി ഞെട്ടിക്കുന്നതാണെന്ന് രമേശ് ചെന്നിത്തല. പാഠങ്ങൾ ഉൾക്കൊണ്ട് പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പ്രവർത്തക സമിതി നടപടി കൈക്കൊള്ളുമെന്നും ചെന്നിത്തല പറഞ്ഞു. എന്നാൽ നേതൃമാറ്റം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞുമാറി. ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയം തീർച്ചയായിട്ടും ഒരു ഷോക്കിംഗ് ആണ്. അത് കൂടുതൽ ആത്മപരിശോധന നടത്തി കോൺഗ്രസ് ഇതിനെ അതിജീവിക്കും. ഇന്നത്തെ പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസ് പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരും. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇല്ലാതാകുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഈ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളായിരിക്കും ഉണ്ടാകുന്നത്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം, എരുവേശ്ശി എന്നിവിടങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചു. 5 സംസ്ഥാനങ്ങൾ വിറ്റുതുളച്ച KC വേണുഗോപാലിന് ആശംസകൾ. വേണുഗോപാലിനെ പുറത്താക്കുക എന്നിങ്ങനെയാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. യുക്രൈനിലെ ആക്രമണം റഷ്യ ശക്തമായി തുടരുന്നതിനിടെ പുടിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. പുടിനുമായി ജെറുസലേമിൽ കൂടിക്കാഴ്ചയാകാമെന്നാണ് സെലൻസ്കി അറിയിച്ചത്. ഇതിന് ജെറുസലേം മധ്യസ്ഥം വഹിക്കണമെന്നും സെലൻസ്കി അറിയിച്ചു. 1300 റഷ്യൻ സൈനികർ യുക്രൈനിൽ കൊല്ലപ്പെട്ടതും സെലൻസ്കി വ്യക്തമാക്കി. ഇതിനിടെ യുക്രൈനിലെ തുറമുഖ നഗരമായ മരിയുപോളിന് കിഴക്കൻ മേഖല റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു. മരിയുപോളിൽ തുർക്കി പൗരന്മാർ ഉൾപ്പെടെ 80-ലധികം പേർ അഭയം പ്രാപിച്ച മുസ്ലിം പള്ളിക്ക് നേരെ റഷ്യൻ സൈന്യം ഷെല്ലാക്രമണം നടത്തിയതായി യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. എത്ര പേർ മരിച്ചു എന്നതിൽ അവ്യക്തത തുടരുകയാണ്. തലസ്ഥാനമായ കീവിന് ചുറ്റും ആക്രമണവും തുടരുന്നു. വടക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് ഇപ്പോൾ റഷ്യ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ 1.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അച്ഛൻ സജീവ് അറസ്റ്റിൽ. കുട്ടിയുടെ മുത്തശ്ശി സിപ്സിയെയും ഇന്ന് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. കുട്ടിയുടെ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അച്ഛനും മുത്തശ്ശിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. തോട്ടഭൂമിയിൽ മറ്റ് വിളകൾ കൃഷി ചെയ്യാനുള്ള ബജറ്റ് നിർദ്ദേശം നടപ്പാക്കുക സർക്കാരിന് വെല്ലുവിളിയാകും. ബജറ്റ് നിർദ്ദേശത്തെ പരസ്യമായി എതിർത്ത് CPI രംഗത്തെത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും മുന്നണി തീരുമാനം വേണമെന്നുമാണ് CPI നിലപാട്. പ്ലാന്റേഷൻ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന റബ്ബർ, കാപ്പി, തേയില എന്നിവയ്ക്കൊപ്പം പുതിയ വിളകൾ കൂടി ചേർക്കണം. പഴവർഗ്ഗ കൃഷികൾ ഉൾപ്പെടെ പ്ലാന്റേഷന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള കാലോചിതമായ ഭേദഗതികൾ നിയമത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുകയും വേണം. ഈ മേഖലയിലെ കർഷകരെ സഹായിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. മുന്നണി നയത്തിന് ഘടകവിരുദ്ധമായ ഈ പ്രഖ്യാപനത്തിൽ കടുത്ത അമർഷമാണ് CPIക്ക്. അത് വ്യക്തമാക്കുന്നതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ഭൂപരിഷ്കരണം ഭേദഗതി ചെയ്യാൻ LDF തീരുമാനിച്ചിട്ടൊന്നുമില്ല. അത് ചർച്ച ചെയ്യുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ തീരുമാനിക്കാൻ പറ്റും.
തോട്ടങ്ങളിൽ ഫലവർഗ കൃഷിക്ക് സർക്കാർ നടത്തുന്ന നീക്കം ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് കൃഷിമന്ത്രി VS സുനിൽകുമാർ പാർട്ടിയെ അറിയിച്ചിരുന്നു. മന്ത്രിയോട് വിശദ റിപ്പോർട്ട് ആവശ്യപ്പെട്ട പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പിന്നീട് ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് CPI ഞെട്ടിച്ച് ബജറ്റിൽ KN ബാലഗോപാലിന്റെ പ്രഖ്യാപനം. ഇതിനെ അനുകൂലിച്ച് വ്യവസായ മന്ത്രി P രാജീവും രംഗത്തെത്തിയിരുന്നു. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ വരുമ്പോൾ അവയുടെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നുണ്ട്. അതിനാണ് ബജറ്റിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 20 കോടി രൂപ ആദ്യഘട്ടമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽപ്പെടുത്തിയ നിയമമാണ് കാർഷിക പരിഷ്കരണ നിയമം. അതിൽ ഭേദഗതി വരുത്തുന്ന കാര്യം ഗൗരവമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നാണ് CPIയുടെ നിലപാട്. ഇക്കാര്യങ്ങളിൽ മുന്നണി നയപരമായ തീരുമാനങ്ങൾ എടുക്കും വരെ ബജറ്റ് നിർദ്ദേശം നടപ്പിലാക്കാൻ സർക്കാരിനാവില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുമെന്നല്ല ബജറ്റിൽ പറഞ്ഞതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തോട്ടം വിളകൾക്കൊപ്പം പുതിയ വിളകൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. CPIയും CPMും ഉൾപ്പെടെ ചർച്ച ചെയ്ത ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കുമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഇതിനൊരു തടസ്സവും വരത്തില്ല. അവർ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത ആവശ്യമായ തീരുമാനമെടുക്കും. ഒരു നയം എന്ന നിലയിൽ ചർച്ച ചെയ്യുമ്പോൾ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചർച്ച ചെയ്തിട്ട് ഈ കാര്യങ്ങൾ വരിക എന്നുള്ളതാണ്. ഗവൺമെൻറ് ചർച്ച ചെയ്യണം, LDF ചർച്ച ചെയ്യണം, പിന്നെ ഗവൺമെൻറ് ക്യാബിനറ്റ് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കണമെന്നാണ്. എന്തായാലും കാര്യങ്ങൾ നന്നായി നടക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷനാണ് നമുക്കെല്ലാം അതാണുള്ളത്. അതുകൊണ്ട് അതിനകത്ത് ഒരു പ്രശ്നം വരുന്നില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വിവാദത്തിൻ്റെ ഒരു കാര്യമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ചൂട് 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. വേനൽ മഴ കുറഞ്ഞത് താപനില ഉയരാൻ കാരണമായെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വ്യക്തമാക്കി. 6 ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഉയർന്ന താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് താപനില ഉയരുന്നത്. വേനൽ മഴ 30% കുറഞ്ഞിരുന്നു. താപനില കൂടാനുള്ള സാധ്യതയുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മാർച്ച് 12, 13 തീയതികളിൽ താപനിലയിൽ ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശരാശരിയിൽ നിന്നും 33% മഴ കുറഞ്ഞത് ഇതിനൊരു കാരണമാണ്. വരണ്ട വടക്ക് കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം മറ്റൊരു കാരണമാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ 36 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയർന്നേക്കും. ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് തൃശൂർ വെള്ളാനിക്കരയിലാണ്, 38.6 ഡിഗ്രി സെൽഷ്യസ്. സീസണിലെ ഉയർന്ന ചൂടാണിത്. ന്യൂസ് 18 തിരുവനന്തപുരം. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി വൃക്ഷങ്ങൾ മുറിക്കരുതെന്ന് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട്. ജില്ലാ കളക്ടറും MLAയും വൃക്ഷങ്ങൾ പരിശോധിച്ചു. മരങ്ങൾ മുറിക്കണോ എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം 18-ന് ചേരുന്ന ട്രീ കമ്മിറ്റിയിൽ ഉണ്ടാകും. ചുറ്റുമതിൽ നിർമ്മാണത്തിനായി 25 വൻവൃക്ഷങ്ങൾ മുറിക്കാനുള്ള നീക്കം ന്യൂസ് 18 ആണ് പുറത്തു കൊണ്ടുവന്നത്. കുന്നംകുളത്ത് മാവും പ്ലാവും ആഞ്ഞിലിയും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന 4.5 ഏക്കർ റവന്യൂ ഭൂമിയിലാണ് താലൂക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത്. ഇതിനു മുന്നോടിയായി അതിരിൽ നിൽക്കുന്ന 25 വൻവൃക്ഷങ്ങൾ മുറിച്ചു നീക്കി ചുറ്റുമതിൽ നിർമ്മിക്കാനുള്ള നീക്കമാണ് വിവാദമായത്. ചുറ്റുമതിൽ നിർമ്മാണത്തിന് മറ്റു മാർഗങ്ങളും അവലംബിക്കാം എന്നിരിക്കെ വൻവൃക്ഷങ്ങൾ മുറിക്കുന്നത് മരം മാഫിയയ്ക്ക് വേണ്ടിയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. മരങ്ങൾ മുറിക്കാനുള്ള നീക്കം ന്യൂസ് 18 ആണ് പുറത്തു കൊണ്ടുവന്നത്. വിവാദമായതോടെ ജില്ലാ കളക്ടർ വനം വകുപ്പിനോട് വൃക്ഷങ്ങളുടെ പ്രായം, ഇനം, എണ്ണം എന്നിവ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇവ കണ്ടെത്താൻ വനം വകുപ്പ് KFRIയെ ചുമതലപ്പെടുത്തി. വിശദമായ പഠനത്തിനൊടുവിലാണ് KFRI റിപ്പോർട്ട് കൈമാറിയത്. മേഖലയിലെ ഭൂമിയുടെ ഘടനപ്രകാരം വൃക്ഷങ്ങൾ പരിസ്ഥിതി സുരക്ഷയ്ക്ക് ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മരങ്ങൾക്ക് 50 വർഷത്തിനു മുകളിൽ പ്രായമുണ്ട്. വൃക്ഷങ്ങൾക്കൊന്നും യാതൊരു തകരാറുമില്ലെന്നിരിക്കെ അവ മുറിക്കരുതെന്നും റിപ്പോർട്ടിലുണ്ട്. KFRI റിപ്പോർട്ട് വനം വകുപ്പിന് കൈമാറി. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറും MLA AC മൊയ്തീനും വൃക്ഷങ്ങൾ പരിശോധിച്ചത്. മേഖലയുടെ പരിസ്ഥിതി സുരക്ഷയ്ക്ക് ഈ വൻവൃക്ഷങ്ങൾ നിലനിർത്തണമെന്നാണ് KFRIയുടെ റിപ്പോർട്ടിലും നിർദ്ദേശിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. ബസ് ചാർജ് വർധനവിന്റെ കാര്യത്തിൽ ഈ മാസം 31-നകം തീരുമാനമെടുക്കണമെന്ന് സർക്കാരിന് ബസ് ഉടമകളുടെ അന്ത്യശാസന. മാർച്ച് 31-നകം തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങും. മിനിമം ചാർജ് 12 രൂപയായി വർദ്ധിപ്പിക്കണം. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 6 രൂപയാക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. 2-3 ദിവസത്തിനുള്ളിൽ സമര തീയതി തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ മുന്നണിക്കുള്ളിൽ ചർച്ച തുടങ്ങി. ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 2 ഇടതുമുന്നണിക്കും ഒരിടത്ത് UDF-നും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാം. ഇടതുമുന്നണിയിൽ CPM, CPI ഉഭയകക്ഷി ചർച്ച തുടങ്ങി. കോൺഗ്രസിലും അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. കോൺഗ്രസ് തന്നെ രാജ്യസഭയിലേക്ക് മത്സരിക്കും. പക്ഷേ അതാരാണെന്ന ചോദ്യമാണ് കുഴയ്ക്കുന്നത്. കോൺഗ്രസിലെ നേതൃമാറ്റത്തിന് ശേഷം ആദ്യമായി കൈക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം. KV തോമസ് പരസ്യമായി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഇക്കുറി പുതുമുഖത്തെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തം. ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കും. ചെറിയാൻ ഫിലിപ്പിനും പന്തളം സുധാകരനു വേണ്ടിയും വാദമുയരുന്നുണ്ട്. യുവത്വത്തിനാണ് പരിഗണനയെങ്കിൽ M. ലിജുവോ VT ബൽറാമോ മത്സരിക്കും. ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പുതിയ സാഹചര്യം യുവത്വത്തെ പരിഗണിക്കാൻ സാധ്യത നൽകുന്നതാണ്. ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. ഇടതുമുന്നണിയിൽ ഒഴിവ് വരുന്ന 2 സീറ്റുകളിൽ ഒന്നിൽ CPM മത്സരിക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊരു സീറ്റിൽ CPIയും LJDയും NCPയും അവകാശവാദം ഉന്നയിക്കുന്നു. ദേശീയ തലത്തിൽ ശോഭിക്കാൻ കഴിയുന്ന നേതാവിനെ രാജ്യസഭയിലെത്തിക്കാനാണ് CPM നീക്കം. AA റഹീം, തോമസ് ഐസക്, VP സാനു എന്നിവരിൽ ആരെങ്കിലും സഭയിലെത്താനാണ് സാധ്യത. 15 ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായേക്കും. അടുത്ത ആഴ്ചയോടെ കോൺഗ്രസ് ചർച്ചകളിലും തീരുമാനമുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ നീക്കം ശക്തമാക്കി INL അബ്ദുൾ വഹാബ് പക്ഷം. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ വഹാബ് പക്ഷം തീരുമാനിച്ചു. എന്നാൽ പുറത്തുപോയവരുമായി യാതൊരു ബന്ധത്തിനും താൽപര്യമില്ല എന്നാണ് കാസിം ഇരിക്കൂർ വിഭാഗത്തിന്റെ നിലപാട്. ഈ മാസം 31-നകം സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കണമെന്നിരിക്കെയാണ് INL-ലെ ഇരുപക്ഷങ്ങളും കോഴിക്കോട് വെവ്വേറെ യോഗം ചേർന്ന് നിലപാട് ഘടിപ്പിച്ചത്. യഥാർത്ഥ INL ആണെന്നാണ് ഇരുപക്ഷത്തിന്റെയും വാദം. മാർച്ച് അവസാനത്തോടെ പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരുമെന്ന് AP അബ്ദുൾ വഹാബ് പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. നിലവിൽ പാർട്ടിക്ക് ദേശീയ നേതൃത്വമില്ല. ഇല്ലാത്ത കമ്മിറ്റിയുടെ പേരിൽ പാർട്ടിയെ അപമാനിക്കുകയാണെന്നും AP അബ്ദുൾ വഹാബ്. പാർട്ടിയുടെ പേരിൽ ഇല്ലാത്ത ദേശീയ കമ്മിറ്റി എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയെ പരിഹാസ്യമാക്കിയതിന് അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകാൻ, വിശദീകരണം ചോദിക്കാൻ ഞങ്ങൾ ഈ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രവർത്തിച്ച ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കാസിം ഇരിക്കൂർ പക്ഷത്തിന്റെ വാദം. INL എന്ന പേരോ കൊടിയോ ഉപയോഗിക്കാനുള്ള അവകാശം പുറത്തുപോയവർക്കില്ല. ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞാൽ തിരികെ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. INL-ന്റെ ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോയവരുമായിട്ട് ഒരു ബന്ധത്തിനും സാധ്യതയില്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തെ അംഗീകരിക്കുകയും ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പ് പറയുകയും ചെയ്താൽ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. പാർട്ടി പിളരുകയാണെങ്കിൽ LDF-ൽ തുടരാൻ ആവില്ലെന്ന് മുന്നണി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. 15-ന് ചേരുന്ന LDF യോഗത്തിലേക്ക് INL-നെ ക്ഷണിച്ചിട്ടില്ല. യഥാർത്ഥ INL ആണെന്ന് തെളിയിക്കാൻ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് ഇരുവിഭാഗത്തിന്റെയും ആലോചന. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും ഇടവേള. കോട്ടയം മറിയപ്പള്ളി മുട്ടത്തുപാറ ക്വാറിയിലേക്ക് ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. തിരുവനന്തപുരം പാറശാല സ്വദേശി അജികുമാറാണ് മരിച്ചത്. 18 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് വെള്ളത്തിനടിയിൽ നിന്ന് ലോറി പുറത്തെടുത്തത്. പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പോയ ലോറി ഏറെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ആദ്യം നടന്ന 2 ശ്രമങ്ങളും പരാജയപ്പെട്ടു. 2 ക്രെയിനുകൾ എത്തിച്ച് നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ലോറി പുറത്തെടുത്തത്. ലോറിയുടെ ക്യാബിനിൽ നിന്ന് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ഡ്രൈവർ അജികുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. വളം കയറ്റി ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് റോഡിൽ നിന്ന് വഴുതി ലോറി ക്വാറിയിൽ വീണത്. വണ്ടി അവിടെ നിന്ന് താഴെ നിന്ന് കയറി വരുന്ന സമയം ഞങ്ങളിവിടെ വഴി നിൽക്കുമായിരുന്നു. വണ്ടി കയറി ഒന്ന് മതിൽത്തിട്ട ഇടിച്ച് മുന്നോട്ട് നിരങ്ങി പോരുമായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ ഓടി എടുത്തു വന്നെങ്കിലും വണ്ടി കുഴിയിലോട്ട് മറിഞ്ഞു പോകുമായിരുന്നു. കയറ് കെട്ടി താഴോട്ട് ഇറങ്ങി പകുതി വരെ ഇറങ്ങിയെങ്കിലും വണ്ടി പെട്ടെന്ന് മുങ്ങിത്താന്ന കാരണം അതിനകത്തോട് എടുക്കാൻ പറ്റില്ല. പുലർച്ചെ 3 മണിവരെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിലും വിജയം കണ്ടിരുന്നില്ല. മന്ത്രി BN വാസവൻ, കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജില്ലാ കളക്ടർ PK ജയശ്രീ എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.
വർക്കലയിൽ വീടിന് തീപിടിച്ചു മരിച്ച 5 പേർക്കും നാടിന്റെ അന്ത്യാഞ്ജലി. അപകടം നടന്ന വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലായിരുന്നു സംസ്കാരം. ജനപ്രതിനിധികളും നാട്ടുകാരും ബന്ധുക്കളും അടക്കം നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. കഴിഞ്ഞ 4 രാത്രി ഒരുമിച്ചുറങ്ങാൻ കിടന്നവർ. ഈ അന്ത്യയാത്രയിലും അവരുടെ നിദ്ര ഒരുമിച്ച്. 8 മാസം പ്രായമുള്ള റയാന്റെ അടക്കം പ്രതാപന്റെ കുടുംബത്തിലെ 5 പേരുടെയും സംസ്കാരം അപകടമുണ്ടായ വീടിന് സമീപം നടന്നു. പൊതുദർശന സമയം ബന്ധുക്കളിൽ പലർക്കും സങ്കടം അണപൊട്ടി. വക്കത്തെ സ്വവസതിയിലാണ് അഭിരാമിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. പ്രതാപൻ, ഭാര്യ ഷേർലി, മകൻ അഖിൽ എന്നിവരുടെ മൃതദേഹങ്ങൾ പുത്തൻചന്തയിലും പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് 5 പേരുടെയും മൃതദേഹം വിലാപയാത്രയായി മൂത്ത മകൻ രാഹുലിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിലും 1 മണിക്കൂറോളം പൊതുദർശനം. മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ, എം പി അടൂർ പ്രകാശ് തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. യമൻ പൗരനെ കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ നയതന്ത്ര ഇടപെടൽ വേണമെന്നാണ് ഹർജിയിൽ ആവശ്യം. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. യമനിലെ സനായിലുള്ള അപ്പീൽ കോടതി നിമിഷയുടെ വധശിക്ഷ ശരിവെച്ച സാഹചര്യത്തിലാണിത്. യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിനെ നിമിഷയ്ക്ക് സമീപിക്കാമെങ്കിലും അപ്പീൽ കോടതിയുടെ വിധി സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ ഇടയില്ല. ശാസ്ത്രകുതികൾ കാത്തിരുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൃശ്യമായി. കേരളത്തിന് മുകളിൽ രാത്രി 7:38 ദൃശ്യമായത്. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് ഒരു നക്ഷത്രം പോലെ ഉദിച്ചുവന്ന തരത്തിലാണ് ദൃശ്യമായത്. 7 ബഹിരാകാശ സഞ്ചാരികളാണ് ഈ നിലയത്തിൽ ഉള്ളത്.